പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടു. 200, 201 ഒക്കെ 200ാമത്തെ എപ്പിസോഡ് പിന്നിട്ട് ഞങ്ങൾ പിന്നെയും അടുത്ത യാത്രകൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് വളവ് പച്ച എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് മഹാദേവർ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഈ സ്ഥലത്ത് എത്തിയെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, കഴിഞ്ഞ 3-4 ദിവസം കഴിഞ്ഞ ദിവസം എനിക്കൊരു വേദനാജനകമായ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു. കാരണം ഞാൻ കഴിഞ്ഞ ഈ മാസം 2-ാം തീയതി കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വർക്കലിൽ നിന്നൊരു പാമ്പിനെ പിടിക്കാൻ വിളിക്കുക. അപ്പോൾ ഞാൻ കോഴിക്കോടായതുകൊണ്ട് മറ്റൊരു കൊല്ലത്തുള്ള ഒരാളുടെ നമ്പർ കൊടുക്കുകയും അദ്ദേഹം അവിടെ എത്താറാവുന്നതിന് മുന്നേ ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 37 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഓടിപ്പോയി ആ പാമ്പ് എന്താണെന്ന് അറിഞ്ഞുള്ളത് ഓടിപ്പോയി പാമ്പിനെ പിടിക്കുകയും അത് കടിക്കുകയും കടിയേറ്റ് 2-ാം തീയതി കടിയേറ്റു. അദ്ദേഹം 8-ാം തീയതി രാത്രി 11:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു ദിനം കൂടിയാണെന്ന്. എന്തായാലും എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കരുത്, സ്നേക് മാസ്റ്റർ ടീമിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ അനുകരിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഞങ്ങൾ നിങ്ങളെ ആരെയും പാമ്പ് പിടിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി തരുന്ന ഒരു പ്രോഗ്രാമല്ല, ഇതൊരു അവയർനെസ് പ്രോഗ്രാം മാത്രമാണെന്നുള്ളത് കൂടി നമ്മുടെ പ്രേക്ഷകർ ഓർക്കണം. എന്തായാലും നമ്മൾ ആ വേദന മാറ്റിവെച്ച് മറ്റൊരു അതിഥിയെ രക്ഷിക്കാനായി നമ്മൾ ഈ സ്ഥലത്തെത്തി. രക്ഷിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ രക്ഷിക്കുക എന്നുള്ള, പക്ഷേ ഇവിടെ വലയിൽ ഒരു അതിഥി, ഒരു വസ്തുവിൻ്റെ അതിർത്തിയിൽ വല വിരിച്ച് പന്നി കയറാതെ, പന്നിയുടെ ധാരാളം ശല്യമുള്ളതുകൊണ്ട് ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് പന്നി കയറാതിരിക്കാനേ ഒരു വല വിരിച്ചിരിക്കുന്ന വലയിൽ ഒരു അതിഥി അകപ്പെട്ടു എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അതിഥി കുരുങ്ങിയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എൻ്റെ പ്രിയ സഹോദരനെ വിളിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ഥലത്തെത്തി സമയങ്ങളിൽ ആ കോമ്പൗണ്ടിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. പോകാം, നമുക്ക് നമ്മുടെ അതിഥി അപകടത്തിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. പോയി നോക്കാം നമ്മുടെ അതിഥി ആരാണ്, പ്രേക്ഷകർ പരിചയപ്പെട്ടിട്ടില്ലാത്ത അതിഥിയാണോ നോക്കാം. എന്തായാലും ഇവിടെ രാജവൻപാല വരാൻ സാധ്യതയില്ല. അപ്പോൾ മൂർഖൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പത്തിക്കാരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ പത്തിക്കാരൻ അതിഥിയെ കാണാം, ആ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്പിവേലി കഴിഞ്ഞ വർഷം അവർ കൃഷി ചെയ്യുന്നപ്പോൾ, ഈ പറമ്പിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു സാധനം പോലും അവർക്ക് ഇടുന്ന് എടുക്കാൻ കഴിഞ്ഞില്ല, അത്രയും പന്നി നശിപ്പിച്ചു. അതുകൊണ്ട് അവർ ഇത്തവണ കമ്പിവേലിയൊക്കെ, അത് ബൗണ്ടറിയിൽ തിരിച്ച കമ്പിവേലിയൊക്കെ ഇട്ടു. അത് പിന്നിട്ടും വല വിരിച്ചു. ഈ വലയിൽ ആണ് നമ്മുടെ അതിഥി അകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ മാമൻ പറഞ്ഞ വെച്ചാൽ അദ്ദേഹം ഇവിടെ പറമ്പ് നോക്കുന്ന ആ മാമൻ വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു സാധനം കിടക്കുന്നതായിട്ട് തോന്നി. അദ്ദേഹം അറിയാതെ കൊണ്ട് കയറ് വാഴ വലിച്ച് കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് കൈ വയ്ക്കുമ്പോൾ വായി തുറന്ന് മാമ സുഖം തന്നെയും ചോദിച്ചു. അങ്ങനെയാണ് മാമൻ കണ്ടത്. എന്തായാലും നമ്മൾ അതിഥിയെ കണ്ടു. അതാ ഈ വലയിൽ കുരുങ്ങി കിടക്കുന്ന അതിഥിയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി പണിയുണ്ട്. പാമ്പുകളുടെ ഇണചേരൽ സമയമായതുകൊണ്ട് ഇത് ഇണചേരനായി ഹീറ്റായൊരു പാമ്പാണ്. നവംബർ ഡിസംബർ മാസം ഇവയുടെ ഇണചേരലാണ്. ഇത് ഫീമെയിൽ പെണ്ണാണ്. ഇത് ഹീറ്റായിരിക്കും. ഇത് നല്ല മാറ്റിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. നമുക്ക് ഈ അതിഥിയെ വല ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം. അധികം ലാഭത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യണം. ഇദ്ദേഹത്തിന് വലയിൽ കുരുങ്ങിയത് ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി കാണുമെന്ന് തോന്നി വലയിൽ കുരുങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് കടിക്കാനുള്ളൊരു ടെൻഡൻസി
അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ 2014 കടി കിട്ടാത്തൊരു വർഷമാണ്. അപ്പോൾ 2014 കടി വാങ്ങിച്ച് കടി കിട്ടാത്ത വർഷത്തെ കടി കിട്ടിയ വർഷമാക്കി മാറ്റുന്നില്ല. എന്തായാലും നമ്മുടെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞൻ അതിഥി. അത്ര പ്രായക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിനൊരു 6 വയസ്സിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇദ്ദേഹം പത്തി എടുക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വലയിൽ കുരുങ്ങിയിട്ട് നല്ല മുറിവുണ്ട്. അതുമാത്രം അദ്ദേഹത്തിന് കടിക്കണമെന്ന ടെൻഡൻസി മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മളെ അടുത്തോട്ട് അനങ്ങുമ്പോൾ അനക്കത്തിലേക്ക് കടിക്കുക എന്നുള്ളത്. അദ്ദേഹം കൗള് അദ്ദേഹത്തിൻ്റെ ദഹനഗ്രന്ഥി കൗളിങ്ങനെ ചലിപ്പിച്ച് ഈ ദഹനഗ്രന്ഥി ഇരിക്കുന്ന സ്ഥലം ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചലിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കടിച്ചു കഴിഞ്ഞാൽ വെനം പെട്ടെന്ന് കടിയേൽക്കുന്ന ഭാഗത്തേക്ക് കടത്തി വിടാനുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയാണ് അദ്ദേഹത്തിനുള്ളത്. പെൺപാമ്പാണ് അദ്ദേഹത്തിന് ഏകദേശം 6 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. പക്ഷേ നല്ല വേദന, ശരീരത്തിൽ നല്ല വേദന ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. നോക്കാം, നമുക്ക് പത്തി എടുക്കുന്നില്ല. അതാണ് ഇപ്പോൾ അദ്ദേഹം എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും നാളെ ഇതേ എങ്ങനെ ആയിരിക്കും? നല്ല അഗ്രസീവ് ആയിരിക്കും, നല്ല ഉഷാറായിട്ട്, നല്ല പത്തിയൊക്കെ നല്ല കുട്ടപ്പൻ, നല്ല സൗന്ദര്യമുള്ള ഒരാളായിട്ട് അദ്ദേഹം എണീറ്റ് നിൽക്കും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും ഇത് അനുകരിക്കാവുന്നൊരു സാധനമല്ല. കാരണം നിങ്ങൾ നമ്മൾ ഇന്നത്തെ യാത്രയുടെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വർക്കലയിൽ സ്റ്റാൻലിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പാമ്പ് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ എൻ്റെ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടിട്ട് അദ്ദേഹം ചെറിയ പാമ്പുകളെ പിടിക്കുകയും കടി വാങ്ങിക്കുകയും ചെയ്യുന്നു. കണ്ണ് കടിച്ചെല്ലാം ചേരയോ ചുരുട്ടോ നീർക്കോലിയൊക്കെയാണ് അദ്ദേഹം പിടിച്ചത്. അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട് കഴിഞ്ഞ ഈ നവംബർ മാസം 2-ാം തീയതി ഞാൻ കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്നൊരു കോൾ വരികയും അപ്പോൾ ആ പാമ്പ് പിടിക്കുന്ന ആൾ വരുന്നതിന് മുന്നേ ഇയാൾ പോയി ജനങ്ങൾ കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ക്രൈസ് വന്നിട്ട് അദ്ദേഹം ഓടിപ്പോയി ഒരു പാമ്പിനെ പിടിച്ച് കയ്യിൽ കടിയേറ്റു. കഴിഞ്ഞ രാത്രി അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ വാരി പിടിച്ച് കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് കണക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കടിയേൽക്കും. അതുകൊണ്ട് ഇത് അനുകരിക്കാവുന്നൊരു സാധനമല്ല, അനുകരിക്കാവുന്നൊരു സംഭവമല്ല നമ്മുടെ ഈ മേഖല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും വിലപ്പെട്ടതാണ്, അത് ഇല്ലാതാക്കി കളയരുത്. ഞാനിപ്പോൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത്, എനിക്ക് അബദ്ധവശാൽ ഇദ്ദേഹത്തിൻ്റെ കടി, ഞാൻ എപ്പോഴും ചാനലിൽ പറയേണ്ടത്, എൻ്റെ ശരീരത്തിൽ പാമ്പിൻ്റെ കടിയേൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ, അതായത് ആൻറ്റിബോഡി ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ലാഘവത്തോടെ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ പോലും എനിക്ക് പെട്ടെന്ന് അപകടം ഉണ്ടാകും. താമസിച്ച് 1-2-3 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എനിക്ക് അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ അനുകരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. എന്തായാലും നമ്മുടെ ഈ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടാൽ തല്ലി കൊല്ലുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. പക്ഷേ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ പറമ്പ് സൂക്ഷിക്കുന്ന മാമൻ അദ്ദേഹത്തിനെ അതിഥിയെ കണ്ടോണം. ഇവിടുത്തെ വാർഡ് മെമ്പർ സൈബുദ്ദീൻ സാറ് രാവിലെ എന്നെ വിളിക്കുകയും അദ്ദേഹം വിളിച്ചതിൻ്റെ അടിസ്ഥാനം നമ്മളിവിടെ വന്നു. നമ്മളെന്തായാലും ആ അതിഥിയെ സംരക്ഷിച്ചു, അദ്ദേഹത്തിനെ രക്ഷിച്ചു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് അമ്പലത്തിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുള്ളുവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴിക്കോടിനകത്ത് ഒരു അതിഥിയെ കണ്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ സ്ഥലത്തെത്തി, ആ വീട്ടിലെത്തി. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോടിനകത്ത് കോഴിയുണ്ട്, പൂച്ചയുണ്ട്, പക്ഷേ ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അത് മൂല്യത്തിന് അങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമ്മൾ സമയം കളയുന്നില്ല. സമയം പാഴാക്കുന്നതോടെ അവിടുത്തെ കോഴിയുടെ ജീവനോ പൂച്ചയുടെ ജീവനോ നഷ്ടത്തിലാവും. നമ്മൾ സമയം കളയും. നമുക്ക് പോകാം ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത്.
നമ്മളെന്തായാലും ഈ സ്ഥലത്ത് വന്നു, ആ കോഴിയുടെ കൂട് കണ്ടു. നമുക്ക് കാണാം കൂട്ടിനകത്ത് കോഴിയുണ്ട്. പക്ഷേ കൂട്ടിനകത്ത് വേറെ പ്രത്യേകം 2 പൂച്ചക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ആ പൂച്ചക്കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് തള്ള മരിച്ചു. ഇപ്പോൾ കോഴിയോടൊപ്പം മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. കോഴിക്കൂടിനകത്ത് എറിഞ്ഞ് വെളിയിറങ്ങാറില്ല. അപ്പോൾ കോഴിയാണ് അവയുടെ അമ്മ. എന്തായാലും നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണാം. കോഴിക്കൂട് വലയുടെ പുറത്തുകൂടി നമുക്ക് കാണാം ഒരു അതിഥി അങ്ങനെ പത്തി വിടർത്തി വയറൊക്കെ വീർത്തി എനിക്ക് വയറ്റിനകത്ത് കോഴിമുട്ട ആയിരിക്കും എന്ന് വിചാരിക്കും. എന്തായാലും നമുക്ക് സമയം കളയാനില്ല. ഇനി നമ്മൾ താമസിക്കും തോറും കോഴി അതിൻ്റെ അടുത്തോട്ട് ഇരുന്ന കോഴിക്ക് കടിയിട്ട് കോഴി മരണപ്പെടും, പൂച്ചക്കുട്ടി എന്നാൽ പൂച്ചക്കുട്ടി കടിയിട്ട് പൂച്ചക്കുട്ടി മരണപ്പെടും. അപ്പോൾ നമ്മൾ എന്തായാലും ആ സാധു ജീവികളുടെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. നമുക്ക് സമയം കളയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് അതിഥിയെ കാണാം. നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ നമ്മൾ അനായാസം പിടികൂടി. അത് ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ 2 മുട്ട, കോഴിമുട്ടയാണ്, പാമ്പ് മുട്ടയല്ല, കോഴിമുട്ട 2 ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഏകദേശം 5 അടിയോളം നീളം ഇദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, ശരീരം സ്ലിം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അമ്മയാണ് ഇദ്ദേഹം. ഇത് അമ്മയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അതിഥികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു അതിഥി മാത്രമാണ് ഇദ്ദേഹത്തിന് ഏകദേശം 6 വയസ്സിലേറെ പ്രായം ഇദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇണ ചേരുന്ന സീസൺ ആയതുകൊണ്ട് ഇണ ചേരുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ച് ഭക്ഷണം ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഇണചേരലാണ് ഇവിടെ ഒരു പ്രത്യേകത. നമുക്കെന്തായാലും ഈ അമ്മയെ നമ്മളൊരുപാട് അമ്മ അതിഥികളെ പരിചയപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ നിഴലിലേക്ക് കടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം തിരിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് മുട്ട മാത്രമേ കോഴിക്കൂട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2 മുട്ട മാത്രമേ അടിച്ചുള്ളൂ. 10 ഉണ്ടായിരുന്നെങ്കിൽ 10 കഴിച്ചേനെ അദ്ദേഹം. നോക്കൂ, 2 മുട്ട മാത്രം ഇങ്ങനെ ഫുള്ള് മുട്ടയായിട്ട് വയറ്റിൽ തന്നെ കിടന്നിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല. ഇതുവരെ നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും അറിയേണ്ടപ്പോൾ ഇന്നൊരു കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എനിക്കൊരു കോളുണ്ടായിരുന്നു. സ്ഥിരം കോഴി മുട്ടയിടുന്ന അവരുടെ വീടിൻ്റെ പുറകിലൊരു വിറകൊക്കെ വെക്കുന്ന ഷെഡുണ്ട്. ആ ഷെഡിലൊരു കൊട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ബേസിനകത്താണ് മുട്ടയിടുന്നതെന്ന് പറഞ്ഞ്. മുട്ടയിടുന്ന സമയത്ത് മുട്ട ഒരു സൈഡ് പൊട്ടിച്ചിട്ട് അകത്തുനിന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകുന്നത് പാമ്പാണോ എന്ന് ഒരു പ്രിയ സഹോദരൻ ചോദിക്കണം. പക്ഷേ ഒരു കാര്യം ഓർത്ത് വെക്കണം, പാമ്പ് ഒരിക്കലും ചവച്ചരച്ച് കഴിക്കുന്ന ജീവികളല്ല. അപ്പോൾ ഒരിക്കലും മുട്ടയൊന്നും ജ്യൂസാക്കി കുടിക്കാൻ കഴിയില്ല. അപ്പോൾ മുഴുവനെ വിഴുങ്ങി ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളവരെ അറിഞ്ഞു വെക്കുക. ഇത് മുട്ട മുഴുവനെയാണ് വിഴുങ്ങുന്നത്. ഏത് ഭക്ഷണം കിട്ടിയാലും അവ മുഴുവനെ വയറ്റിലേക്ക് കൊണ്ടുപോയി ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്രേക്ഷകർ ഓർമ്മിച്ച് വെക്കുക. നിങ്ങളുടെ പരിസരത്ത് കഴിഞ്ഞ കുറച്ച് നാൾ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു കോഴിക്കൂടിൽ 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അതിൻ്റെ 4 എണ്ണം മരിച്ചു കിടക്കുന്നു. ഒരെണ്ണത്തിൻ്റെ തലയില്ല എന്ന് പറയും. പാമ്പാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അത് പാമ്പല്ല, കാട്ടുപൂച്ച പോലത്തെ എന്തെങ്കിലും ജീവികളായിരിക്കാം അതിനെ പിടിച്ചതെന്നുകൂടി ഓർത്ത് വെക്കണം. അതുപോലെ തലയിലാണ് എല്ലാത്തിൻ്റെയും കടിയെന്ന് കൂടി അവർ പറയുകയുണ്ടായി. അപ്പോൾ ഓർത്ത് വെക്കണം, അത് പാമ്പ് വർഗത്തിൻ്റെ അക്രമമല്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുന്നതല്ല എന്നുകൂടി ഓർത്ത് വെക്കണം. ഇത് വെറും 5 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു അമ്മ സർപ്പം അഥവാ മൂർഖൻ അഥവാ നാഗം. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ അധികം ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ ഇത് അപൂർവങ്ങളൊന്നുമല്ല. കാരണം ഇവിടെ ടെക്നോ പാർക്കൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ മുഴുവനും, എൻ്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ ഇവിടെ മുഴുവനും വനം പോലെ കിടന്ന സ്ഥലങ്ങളാണ്. കാരണം ഇവിടെ പണ്ട് ചാനലുകളിലൊക്കെ ഒരു കഥയുണ്ടായി, ഒരു ആത്മാവിനെ കണ്ടുവന്നു, ഒരു യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായി എന്നൊക്കെ പറയേണ്ട ഒരു സംഭവമൊക്കെ ടെക്നോ പാർക്കിനകത്തുണ്ട്. അത് നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് അടുത്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അപകടങ്ങളും ദുർമരണങ്ങളും നടന്ന സ്ഥലം, അത്രയ്ക്ക് നിബിഡമായ വനങ്ങൾ പോലെ തോന്നുന്ന സ്ഥലങ്ങളായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെ പാമ്പ് ഒരു അപൂർവം സംഭവമൊന്നുമല്ല, ഇവിടെ നിത്യേന കണ്ടുവരുന്നൊരു സാധനം തന്നെയാണ്. എന്തായാലും ഇവിടെ വരാൻ കാരണം എനിക്ക് തോന്നുന്നത് അടുത്ത പറമ്പുകളിലൊക്കെ വീടായതുകൊണ്ട് ഇവിടെ കോഴിയുണ്ട്, കോഴിയുടെ മുട്ട. അപ്പോൾ ഈ കോഴിക്കൂട് വെച്ചിരിക്കുന്ന ഒരു പാറ കൊണ്ട് കെട്ടിയ മതിലെടുത്ത്, അപ്പോൾ മതിലിൽ കൂടി പെരിച്ചയുടെ മാളം, എലിയുടെ മാളം ഇതിനകത്തേക്കുണ്ട്. അപ്പോൾ വേറൊരുത്തൂടി കയറി വരുന്ന പാമ്പുകൾ ഈ മാളത്തിൽ കൂടി കോഴിക്കൂടിനകത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത് ഈ കോഴിക്കൂടിനകത്ത് വന്ന് പെട്ടത്. എന്തായാലും നമ്മുടെ ഈ
ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാർ എപ്പോഴും ഓർമ്മിക്കുക, പാറക്കെട്ടിനോട് ചേർന്ന് കോഴിക്കോട് വെക്കരുത്. അതുപോലെ വീട്ടിനോട് ചേർന്ന് കോഴിക്കോട് വെക്കുന്ന സ്ഥലത്ത് വിറകൊന്നും വാരി അടുക്കി വെക്കാതിരിക്കണം. അദ്ദേഹം എന്തായാലും മുട്ട ഒമക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാം, അദ്ദേഹം 2 മുട്ട വിഴുങ്ങി അദ്ദേഹം മുട്ട ഒമക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാം. ഇത് നിങ്ങൾ കണ്ടുവെക്കണം. ഇത് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ നാളെ പാമ്പ് മുട്ട വായിൽ കൂടിയാണ് ഇടുന്നതെന്ന് പറയാതിരിക്കുക. ഈ മുട്ട വേണമെങ്കിൽ നമുക്ക് കറി വെക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മുഖത്ത് കഴുകി കളഞ്ഞാൽ മതി. നന്നായിട്ട് കഴുകി കളഞ്ഞാൽ ഈ മുട്ട നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 മുട്ടയും പൊട്ടിയിട്ടില്ല, അതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി അറിഞ്ഞു വെക്കണം. എന്തായാലും നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്ന എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു വീട്ടിൽ, എൻ്റെ വീടിനടുത്തൊരു വീട്ടിൽ ഒരു വലയിലൊരു അതിഥി കുരുങ്ങി അകപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ഇവിടുത്തെ അമ്മ എന്നെ വിളിച്ചു. എന്തായാലും നമ്മൾ അപ്പോഴടുത്തുണ്ടായിരുന്നു, കോൾ വന്നുകൊണ്ട് നമ്മൾ അടുത്തുണ്ടായിരുന്നു. നമ്മൾ 10 മിനിറ്റ് ആയിട്ടുള്ള കോൾ വന്നുകൊണ്ടേ നമ്മൾ ആ സ്ഥലത്തെത്തി. ആ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ്? വ്യത്യസ്തനാണോ, അതേ നമ്മളെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥികളാണോ എന്ന് നോക്കാം. പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്, അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എവിടെ അത്? എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മൾ അതിഥിയെ കണ്ടു. വ്യത്യസ്തനൊന്നുമല്ല, ഒരു കുഞ്ഞ് ചേര, കഷ്ടി ഒരു 2 വയസ്സ് കഴിഞ്ഞ് കാണും അദ്ദേഹത്തിന്. അത് എനിക്ക് തോന്നുന്നത് എലിയുടെ പുറകെയോ അല്ലെങ്കിൽ മറ്റേ അണ്ണാനോ അങ്ങനെ എന്തോ പിടിക്കാനായി മരത്തിൻ്റെ മുകളിലേക്കാണ് കയറിയപ്പോഴും അധികം ചറുക്കി വീഴ്ചാലെ സ്ലിപ്പായി പോയതായിരിക്കാം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിച്ച് പുറത്തേക്ക് വിടാം. ഞാൻ പറഞ്ഞ പോലെ അത്ര പ്രായം കൂടിയ ഒരാളൊന്നുമല്ല. 2 വയസ്സ് കഴിഞ്ഞാൽ 3 വയസ്സിനടുത്ത് പ്രായം കാണും. ഫീമെയിൽ, പെണ്ണാണ് ചേര. നല്ല ചട്ട പൊഴിച്ചിട്ട് അദ്ദേഹം ഭക്ഷണം തേടി പോയപ്പോൾ ഈ വലയിൽ കുരുങ്ങിപ്പോയതാണ്. എന്നാലും നമ്മൾ ഈ അതിഥിയെ ഈ അമ്മയുടെ നിന്നൊരു കവർ വാങ്ങി കവറിലാക്കി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.